1987-91 കെ നായരുടെ ഭരണകാലം ഓർമ്മയുണ്ടല്ലോ. മികച്ച ഭരണകാലമായിരുന്നു. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ജില്ലാ കൗൺസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിന്നു. വരുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ 91-ൽ എന്താ സംഭവിച്ചത്? വൈകാരികമായ ഒരു പ്രശ്നം അവിടെയുണ്ടായി. രാജീവ് ഗാന്ധിയുടെ മരണം. തുടർന്നുണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള ആ മലവെള്ളപ്പാച്ചിലിൽ അന്ന് കെ നായർക്കൊപ്പം അധികാരം നിന്നില്ല. കെ നായർ പിന്നെയും പരാജയപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് അദ്ദേഹം 2001-ൽ കെ നായർ പരാജയപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കെ നായർ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയും ബാധകമാണ്. നിങ്ങൾ സാമ്പത്തികമായി വികസന കേരളത്തിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വികസനം വളരെ കൃത്യമായി തന്നെ നടപ്പാക്കാൻ ശ്രമിച്ചു. വികസന കേരളത്തിൻ്റെ ഒരു പര്യായമായ രണ്ടാം പിണറായി സർക്കാർ മാറിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനങ്ങൾ ക്ഷേമപരമായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ടായി. ജനങ്ങളുടെ ജീവിത നിലവാരം മാറ്റുന്ന തരത്തിലുള്ള പദ്ധതികളുണ്ടായി. ആ കാര്യത്തിൽ നിന്നും എനിക്കൊരു സംശയമില്ല. ഞാൻ ഇപ്പോഴും പറയും, അതൊക്കെ സർക്കാർ ചെയ്യേണ്ടിയിരുന്നതാണ്. പ്രത്യേകിച്ച് ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന സങ്കല്പം പോലെ തന്നെ ജനങ്ങളോട് അടുത്തെറിഞ്ഞൊരു പദ്ധതിയായിരുന്നു. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയവും മറ്റൊന്ന് ഫിലോസഫിയും. ആ രാഷ്ട്രീയം എന്നുള്ളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മളൊക്കെ വിമർശിച്ചിട്ടുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾക്ക് തടയിടാൻ പോകാതെ പോയപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. നമ്മൾ ഈ വേദിയിൽ എല്ലാവരും ഒരുമിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശത്തെ എതിർത്തത്. ആ പരാമർശം പിൻവലിക്കണമായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ അന്ന് പ്രവീൺ തൊഗാഡി എന്ന് പണ്ട് വിശേഷിപ്പിച്ച അതേ പിണറായി വിജയൻ മൗനം പാലിച്ചത് മറ്റൊരു രാഷ്ട്രീയത്തിന് തുടക്കമായി ജനങ്ങൾ വ്യാഖ്യാനിച്ചു. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. പിന്നീട് തുടർച്ചയായിട്ട് സമാനമായ രീതിയിലുള്ള ഒരു ചരടിൽ കോർത്തിണക്കാവുന്ന സംഭവങ്ങളുണ്ടായി. ജാഗ്രതക്കുറവ്, PMC വിഷയത്തിൽ, ലേബർ കോഡ് വിഷയത്തിൽ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളെ ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ട് കിട്ടി. പക്ഷേ അപ്പോഴും അപകടം മനസ്സിലായില്ല. അഥവാ അപകടം മനസ്സിലായില്ലെങ്കിലും മൗനം പാലിച്ചു. ഓരോ ദിവസവും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതിനിധിയാണെന്ന മറ്റുള്ള നെറേറ്റീവുകൾ കൂടി വന്നു. ഒരു ഭാഗത്ത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതൊരു രാഷ്ട്രീയം. രണ്ടാമത്തത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയവും ഫിലോസഫിയും എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ആരും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അത് രക്ഷാപ്രവർത്തനമേ ആയിരുന്നില്ല എന്നുള്ളത് നവകേരള സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയതായിരുന്നു. ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ട സർക്കാർ ജനങ്ങളെ ശിക്ഷിക്കുന്ന പോലീസായി മാറുന്നു എന്നുള്ള കാഴ്ചയെ നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. അതിലും അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്നു. അതും നമ്മൾ വിമർശിച്ചതാണ്. എന്താണ്? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പ്രശ്നം. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്നത് എപ്പോഴാണ്? വീട്ടിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഫിലോസഫി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതായിരുന്നു.